ഇന്ത്യയിലെ നമ്പർ 1 ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺഅക്കാദമിയിൽ ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത് റംഷാദ് CT എന്ന പ്രൊഫൈലിലാണ്. നിരവധി ക്രാഷ് കോഴ്സുകൾ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കാൻ എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റംഷാദ് വോയ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതുപോലത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് യഥാസമയം തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഒരു ചതുരത്തിൻ്റെ നീളം വീതിയേക്കാൾ 3 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അതിൻ്റെ ചുറ്റളവ് 26 സെൻറ്റിമീറ്റർ ആയാൽ നീളം എത്ര? ചതുരത്തിൻ്റെ നീളം എന്ന് പറയുന്നത് വീതിയേക്കാൾ 3 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അതിൻ്റെ ചുറ്റളവാണ് 26 സെൻറ്റിമീറ്റർ ആയാൽ നീളം എത്ര? ഓപ്ഷൻ എ 5 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി 8 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി 8 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ സി 6 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ഡി 7 സെൻറ്റിമീറ്റർ. അപ്പോൾ ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരിക? നമുക്ക് നോക്കാം. എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ചതുരത്തിൻ്റെ നീളം എന്ന് പറഞ്ഞ വീതിയേക്കാൾ 3 സെൻറ്റിമീറ്റർ കൂടുതലാണ്. നമുക്കെന്ത് ചെയ്യാം? വീതി എന്നുള്ളത് എന്തെടുക്കാം? വീതി ഇവിടെ എക്സ് എന്നെടുത്തു കഴിഞ്ഞാൽ നീളം എങ്ങനെയായിരിക്കും? നമ്മോട് പറഞ്ഞിട്ടുണ്ട് നീളം എന്ന് പറയുന്നത് വീതിയേക്കാൾ 3 സെൻറ്റിമീറ്റർ കൂടുതലാണ്. ഇപ്പോൾ എക്സ് പ്ലസ് 3 ആയിരിക്കും നമ്മുടെ വീതി നീളം. നമുക്ക് ചുറ്റളവ് എന്നുണ്ട്. ചുറ്റളവ് എങ്ങനെയാണ് കാണുക? ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? 2 ഇൻറ്റു വീതി പ്ലസ് നീളം ആണ് ചുറ്റളവ്. എൽ പ്ലസ് ബി. നമുക്ക് നോക്കാം. ഈ ഒരു ഇക്വേഷൻ നമുക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഈ വാല്യൂസ് പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ 2 ഇൻറ്റു എക്സ് പ്ലസ് എക്സ് പ്ലസ് 3 എന്ന് വരും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 2 ഇൻറ്റു 2x, എക്സും കൂടുമ്പോൾ 2x ആയി, പ്ലസ് 3, അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള എന്ത് 26 എന്ന് പറയുന്നത്. ഇനി 2x പ്ലസ് 3 എന്നുള്ളത് എങ്ങനെയാവും? 26. ഇവിടെ ഗുണനമുള്ളത് ഇങ്ങോട്ട് മാറുമ്പോൾ ഹരണമായി മാറുന്നു. 26 ആയിരിക്കണം 2 വരും 13. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? 2x എന്ന് പറയുന്നത് എന്താവും? ഇവിടെ പ്ലസ് ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ സ്ഥാനം മാറുമ്പോൾ ഒരു സംഖ്യ, പ്ലസ് ഉള്ളത് മൈനസായി മാറും, മൈനസ് ഉള്ളത് പ്ലസ് ആയി മാറും, ഹരണമുള്ളത് ഗുണനമാകും, ഗുണനമുള്ളത് ഹരണമാകും. അതിൻ്റെ സ്ഥാനവ്യതിയാനം അങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായി മാറും. അപ്പോൾ 13 3 മൈനസ് ചെയ്താൽ 10 ആയി മാറുന്നു. എക്സ് എന്ന് പറയുന്നത് 10 ആയിരിക്കണം 2, 5 ആണ് എക്സ്. നമുക്ക് എക്സ് കിട്ടി, വീതി കിട്ടി 5. നീളം എത്രയായിരിക്കും? നീളം പറഞ്ഞാൽ നമ്മൾ 3 സെൻറ്റിമീറ്റർ, വീതിയേക്കാൾ 3 സെൻറ്റിമീറ്റർ കൂടുതലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വീതി എത്രയാണോ അതിൻ്റെക്കാൾ 3 സെൻറ്റിമീറ്റർ കൂടുതലെന്നാൽ 5 പ്ലസ് 3 8 നമ്മുടെ ആൻസർ. അപ്പോൾ നീളം എന്ന് പറയുന്നത് 8. നീളം നമ്മോട് ചോദിച്ചത് അത് 8 സെൻറ്റിമീറ്റർ ആണ്. എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. എന്നിലേ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാൻ പെട്ടെന്ന് കഴിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ എടുത്ത് ചെയ്യേണ്ടി വരും. എന്നിരുന്നാലും നമുക്കത് ഈ ഒരു ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ അറിയണം. അടുത്തത് 4n = 1024 ആയാൽ 4n-2 എത്ര? അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എ 4 ഉണ്ട്, ഓപ്ഷൻ ബി 16 ഉണ്ട്, ഓപ്ഷൻ സി 64 ഉണ്ട്, ഓപ്ഷൻ ഡി 56 ഉണ്ട്. എങ്ങനെ വരുന്നത്? ഇവിടെ കൃത്യങ്ക നിയമങ്ങളിൽ a⁻m ഡിവൈഡ് ബൈ a⁻n എന്ന് പറഞ്ഞാൽ എന്താണ്? a⁻m - n ആണ്. ഇപ്പോൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞിട്ട് 4n = 1024 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താണ് 4n-2 ആണ് കാണേണ്ടത്. അത് എത്രയാണ്? ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്യാം. 4n ഇവിടെ വന്നിരിക്കുന്നത് എങ്ങനെയായിരിക്കും? 4n ഡിവൈഡ് ബൈ 4 സ്ക്വയർ ആണ് ഇവിടെ = 4n-2 എന്ന് വന്നത്. അപ്പോൾ 4n വാല്യൂ എന്താണ്? 1024 ആണ്. ഇനി നമുക്ക് 4ൻ്റെ സ്ക്വയർ കൂടി കണ്ടാൽ പോരെ, 16.
1024 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത് 64. നമ്മുടെ ആൻസർ 64 ആണ്. അപ്പോൾ കൃത്യങ്ക നിയമങ്ങളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്തിരിക്കുക, എങ്കിലേ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ 1:3:5 എന്ന അംശബന്ധത്തിലായാൽ ഏറ്റവും ചെറിയ കോണിൻ്റെ അളവ് എത്ര? ത്രികോണത്തിൻ്റെ കോണുകൾ 1:3:5 എന്ന അംശബന്ധത്തിലാണ്. ഏറ്റവും ചെറിയ കോണിൻ്റെ അളവാണ് ചോദിച്ചത്. A 10 ആണ്, B 20 ആണ്, C 15, D 30. അപ്പോൾ നോക്കുക എങ്ങനെയായിരിക്കും വരിക. ഇവിടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1:3:5. ഒരു ത്രികോണത്തിൻ്റെ ടോട്ടൽ തുക എപ്പോഴാണ് വരിക? തുക എത്രയായിരിക്കും? തുക എന്ന് പറയുന്നത് 180 ആയിരിക്കും, 180 ഡിഗ്രി. ഇത് വെച്ച് നമുക്ക് ചെയ്താൽ മതി. 150 ഹരിക്കണം ടോട്ടൽ റേഷ്യോ 5, 3, 1. 5, 3, 8, 1, 9 ഇൻറ്റു ഏറ്റവും ചെറിയ കോൺ നമുക്ക് കാണേണ്ടത് ഇൻറ്റു 1 കൊടുക്കാം. 150 ഇൻറ്റു 9 ആയിരിക്കണം 9, 18, 2 പ്രാവശ്യം 20. അപ്പോൾ 20 ഏറ്റവും ചെറുത്. നമ്മോട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും മറ്റ് രണ്ടെണ്ണം കാണാൻ പറഞ്ഞാൽ ഇവിടെ 1 പകരം ഇൻറ്റു 3 കൊടുക്കുക. നമുക്ക് രണ്ടാമത്തെ എത്ര കിട്ടും? 60 കിട്ടും. പിന്നെ നമുക്ക് കിട്ടുന്നത് മൂന്നാമത്തത് ഇവിടെ 3 പകരം 5 കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 100. അപ്പോൾ 100, 160, 150 ഡിഗ്രി ആയി മൊത്തം. ഇപ്പോൾ 20 ഡിഗ്രിയാണ് നമ്മുടെ ആൻസർ. നമ്മൾ മറ്റേ ചോദിക്കുകയാണെങ്കിൽ 20 ഡിഗ്രി, 60 ഡിഗ്രി, 100 ഡിഗ്രി ആ രീതിയിലായിരിക്കും ഈ ഒരു ത്രികോണത്തിൻ്റെ അളവ് ചോദിച്ചാൽ, ഒരു കോണിൻ്റെ അളവ് ചോദിക്കുക. ചെറിയ കോൺ ആണെങ്കിൽ നമുക്ക് 60, ഇനി ഏറ്റവും വലുതാണെങ്കിൽ 100, അതിൽ മിഡിലാണെങ്കിൽ 60. ഒരു ബസ് മണിക്കൂറിൽ 56 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ച് 5 മണിക്കൂർ കൊണ്ട് ഒരു സ്ഥലത്തെത്തുന്നു. 4 മണിക്കൂർ കൊണ്ട് അതേ സ്ഥലത്ത് എത്താൻ ബസ്സിൻ്റെ വേഗത എത്ര വർദ്ധിപ്പിക്കണം? ഇപ്പോൾ ഒരു ബസ് 56 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിലാണ്, 56 കിലോമീറ്റർ പെർ അവർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. 5 മണിക്കൂർ കൊണ്ടാണ് ഒരു സ്ഥലത്തെത്തുന്നത്. 4 മണിക്കൂർ കൊണ്ട് എത്തണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് നോക്കാം. ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത് 56 കിലോമീറ്റർ പെർ അവറാണ്. ഓക്കെ, ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 5 മണിക്കൂർ. നമുക്ക് നോക്കാം. ഇവിടെ നമ്മളെപ്പോഴും ആ ഒരു ത്രികോണം വരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഐഡിയ കിട്ടും. നമുക്ക് എന്താ കാണുക? ഡിസ്റ്റൻസ് എന്തെങ്കിലും കണ്ടുപോകാം. D = T × S, ടൈം ഇൻറ്റു സ്പീഡാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ദൂരം കാണാൻ 56 × 5. 56 × 10 എത്രയാണ്? 560. ഇന്ന് പകുതി 280. ഇപ്പോൾ D എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ദൂരം, ആ ഒരു സ്ഥലത്തേക്കുള്ള ദൂരം 250 കിലോമീറ്റർ സഞ്ചരിക്കാനാണ് 5 മണിക്കൂർ എടുത്തത് 56 കിലോമീറ്റർ വേഗതയിൽ. നമുക്ക് ഇതേ സ്ഥലത്തേക്ക് 4 മണിക്കൂർ വേഗതയിൽ എത്തണമെന്നുണ്ടെങ്കിൽ എത്ര വേഗത വർദ്ധിപ്പിക്കണം? സ്പീഡ് കാണാൻ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം, D / T. D എത്രയായിരുന്നു? 280 ഹരിക്കണം ടൈം എന്ന് പറയുന്നത് 4 മണിക്കൂർ. എത്ര കിട്ടുന്നത്? 28 × 4 7. 70 കിലോമീറ്റർ പെർ അവറാണ് പോകേണ്ടത്. നമ്മോട് ചോദിച്ചെന്താണ്? എത്ര വേഗത ഇനി വർദ്ധിപ്പിച്ചാൽ ആ ഒരു സ്ഥലത്ത് 4 മണിക്കൂർ കൊണ്ട് എത്തും? ഇപ്പോൾ 70 കിലോമീറ്ററാണ് നമുക്ക് സഞ്ചരിക്കേണ്ട ദൂരം, സഞ്ചരിക്കേണ്ട വേഗത. ഇപ്പോൾ പോകുന്ന 56 കിലോമീറ്റർ പെർ അവറാണ്. അങ്ങനെയെങ്കിൽ വ്യത്യാസം എത്രയായിരിക്കും? 14 കിലോമീറ്റർ കൂടി മണിക്കൂർ വേഗത കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ഥലത്തെത്താൻ 4 മണിക്കൂർ മതി. ഒരു സംഖ്യയുടെ 15% 9 ആയാൽ സംഖ്യ ഏത്? സംഖ്യയുടെ 15% എന്ന് പറയുന്നത് 9 ആണ്. അങ്ങനെയെങ്കിൽ സംഖ്യ ഏത്? 135 ആണോ, 9/15 ആണോ, 15/9 ആണോ, 60 ആണോ? നമുക്കിവിടെ തന്നിരിക്കുന്നത് 15%. സംഖ്യയുടെ 15% എന്ന് പറയുന്നത് 9 ആണ്. ശ്രദ്ധിക്കുക, ഒരു സംഖ്യയുടെ ശതമാനം തന്നു കഴിഞ്ഞാൽ അതിൽ 1% കാണുന്നുണ്ടെങ്കിൽ 9 ആയിരിക്കണം, 15 ചെയ്താൽ മതി. അപ്പോൾ 1% കിട്ടും. നമുക്ക് ആ സംഖ്യ കണ്ട്, സംഖ്യ എപ്പോഴും എന്തായിരിക്കും? 100% ഇൻറ്റു 100. നമുക്കെന്ത് ചെയ്യാം? 3 കൊണ്ട് കട്ട് ചെയ്യാം. 3 പ്രാവശ്യം, 5 പ്രാവശ്യം, 5 100 20 പ്രാവശ്യം. 3 × 20 എത്രയാണ്? 60. 60 നമ്മുടെ സംഖ്യ. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, ഒരു സംഖ്യയുടെ ഇപ്പോൾ 250 എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ 10% എന്ന് നമ്മോട് പറഞ്ഞാൽ ആ സംഖ്യ കാണാൻ എന്താ ചെയ്യുക?
നമുക്ക് 250ൻ്റെ 1% കാണുന്ന ആ സംഖ്യയുടെ 1% കാണുന്നുണ്ടെങ്കിൽ 250 ആയിരിക്കണം. 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സംഖ്യയുടെ 1% കിട്ടി. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ആ സംഖ്യയുടെ 100% കിട്ടി. 10 പ്രാവശ്യം 10 × 250 2500. 2500ൻ്റെ 10%മാണ് 250. അപ്പോൾ അതുപോലെ ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഐഡിയ കിട്ടും. അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു സംഖ്യയുടെ 4 മടങ്ങിനേക്കാൾ 5 കുറവ്, ആ സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 3 കൂടുതലാണ്. എന്നാൽ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. സംഖ്യയുടെ 4 മടങ്ങിനേക്കാൾ 5 കുറവ്, ആ സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 3 കൂടുതൽ. 9 ആണോ 6 ആണോ 8 ആണോ 7 ആണോ? ഇവിടെ പറഞ്ഞെന്താണ്? സംഖ്യ എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാം? എക്സ് എന്നെടുക്കാം. ഇനി പറഞ്ഞിട്ടുണ്ട് സംഖ്യയുടെ 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ 4x. ഓക്കെ, 5 കുറവ് പറഞ്ഞാൽ -5 = എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? ആ സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ എന്ന് പറഞ്ഞാൽ 3 മടങ്ങ് പറയുമ്പോൾ 3x മൈനസ് പ്ലസ് 3 കൂടുതലാണ്. ഈ 3x ഇങ്ങോട്ട് വരുമ്പോൾ -3x ആവും. അപ്പോൾ x ആവും. 4x നിന്ന് 3x പോയ x, -5 അങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവും. 5 3 8. x കിട്ടിയില്ല, 8 ആണ്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഒരുപാട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഐഡിയ കിട്ടുള്ളൂ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇനിയും വീഡിയോ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് യഥാസമയം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. എക്സാമുകൾ എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുകളുണ്ട്, അവർക്കൊക്കെ ഷെയർ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ടെലഗ്രാമിൽ A to Z ട്രിക്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചാനൽ കാണാം, അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ എല്ലാ വീഡിയോ ക്ലാസ്സുകളും അതുപോലെ നിങ്ങൾക്ക് അപ്ഡേഷനൊക്കെ അതിൽ ലഭിക്കുന്നതാണ്. വീഡിയോ ഉപകാരപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.